നമസ്കാരം. എലിസബത്ത് ഉദയൻ, എലിസബത്തുമായി ബന്ധപ്പെട്ടും അമൃതമായി ബന്ധപ്പെട്ടും ഈ പറയുന്ന അണ്ണാച്ചിയുമായി ബന്ധപ്പെട്ടും നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഈ പറയുന്ന അണ്ണാച്ചിയിൽ നിന്ന് നേരിടേണ്ടി വന്ന ദുരിതങ്ങൾ, യാതനകൾ ആദ്യം അനുഭവിച്ചത് മറ്റാരുമല്ല, അത് അമൃതയായിരുന്നു. അമൃത കുറെ കാലം യാതനകൾ അനുഭവിക്കുന്നു. അവിടെ നിന്ന് അവൾ റിക്കവറായി പുറത്തു വരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? ഡിവോഴ്സൊക്കെ ആയി, പിന്നെ പല കേസും കാര്യങ്ങളൊക്കെ ആയി പോകുന്നു. അതിനുശേഷം ഈ പറയുന്ന അണ്ണാച്ചി വിവാഹം കഴിച്ചത് എലിസബത്തിനെ ആയിരുന്നു. എലിസബത്തുമായി ഇതുപോലെ കൊണ്ടു നടന്ന് കുറെ കഴിഞ്ഞ് എലിസബത്തിന് മനസ്സിലായി, എലിസബത്തിനും ഈ പറയുന്ന അമൃത അനുഭവിക്കേണ്ടി വന്ന അതേ രീതിയിലുള്ള സംഭവങ്ങൾ എലിസബത്ത് അനുഭവിക്കുന്നു. അങ്ങനെ അവസാനം എലിസബത്തിനെയും ഈ പറയുന്ന അമൃതയെടുത്ത് കാണിച്ചതുപോലെ എലിസബത്തിനും കാണിക്കുന്നു. എലിസബത്ത് എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് തന്റെ വീട്ടിലേക്ക് പോകുന്നു. അതിനുശേഷം വന്ന പല ഇന്റർവ്യൂകളിലും ഈ പറയുന്ന അണ്ണാച്ചി ഇൻഡയറക്റ്റ്ലി ആയിട്ട് പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. അതായത്, എന്റെ മുൻ ഭാര്യ എന്ത് ചെയ്തു, ഞാൻ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ എനിക്ക് മരുന്ന് മാറി തന്നു എന്നുള്ള രീതിയിലുള്ള വളരെ രൂക്ഷമായ ആക്ഷേപങ്ങൾ എലിസബത്തിന് നേരെ അടിച്ചുവിടുകയും ഇതിൽ നിന്ന് ഒരു നിവൃത്തിയില്ലാതെ അവസാനം എലിസബത്ത് വന്ന് എന്ത് ചെയ്തു? തന്റെ യൂട്യൂബ് ചാനൽ വഴി താൻ അനുഭവിച്ച ദുരിതങ്ങൾ ഒക്കെ തുറന്നു പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഒരു പരിധിവരെ ഈ പറയുന്ന ഈ അണ്ണാച്ചി എന്തുമാത്രം ക്രൂരനാണ്, അല്ലെങ്കിൽ എന്തുമാത്രം ഒരു രാക്ഷസനാണ് എന്ന് ഈ പൊതുജനങ്ങൾക്ക് ഒരു നല്ലൊരു രീതിയിൽ ക്ലാരിറ്റി കിട്ടിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എലിസബത്തിന്റെ വീഡിയോയിലൂടെയാണ്. അതിനുശേഷം ഈ പറയുന്ന ഈ അണ്ണാച്ചി ഈ പറയുന്ന വളരെ ക്രൂരനാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുകയും എലിസബത്തിന് കൂടെ ആളുകൾ അണിചേരുകയും ചെയ്തു. ഓക്കെ, അങ്ങനെ എലിസബത്ത് താൻ അനുഭവിച്ച ഓരോ കാര്യങ്ങൾ ഓരോ വീഡിയോയിലായിട്ട് പറയുന്നു. നമുക്കത് മനസ്സിലാകുന്നു. നമ്മൾ ഈ പൊതുവെ പറയുന്ന റിയാക്ഷൻ ചാനലുകൾ അത് ഏറ്റെടുക്കുന്നു. ഈ പറയുന്ന എലിസബത്തിന് വേണ്ടിയിട്ട് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളും എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്നു. അതിൽ പ്രേക്ഷക പിന്തുണ ഒക്കെ ഉണ്ടായി. അതിനുശേഷം കുരുപൊട്ടിയ ഈ പറയുന്ന നമ്മുടെ അണ്ണാച്ചി എന്ത് ചെയ്തു? നേരെ കൊണ്ട് കേസ് കൊടുക്കുന്നു. ഈ നമ്മുടെ എലിസബത്തിനെതിരായിട്ടും ചെകുത്താനെതിരുമായിട്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അതിനുശേഷം ഇമിഗ്രേഷൻ ഓഫീസറിന്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഭീഷണിയൊക്കെ പെടുത്തുന്നുണ്ട്. അതായത്, ഇതൊന്നും നടന്നില്ലെങ്കിൽ ഞാൻ ഇടിക്കും, ചവിട്ടും എന്നുള്ളത്. അതായത്, ഈ എലിസബത്ത് പറയുന്നതായിക്കോട്ടെ, അമൃത പറയുന്നതായിക്കോട്ടെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന പൊതുവായ ഒരു കാര്യം, ഈ പറയുന്ന അണ്ണാച്ചി എന്ന് പറഞ്ഞ ഒരു ഗുണ്ടയാണ്. എന്തു വേണോ ആരെ വേണോ തീർക്കാൻ വേണ്ടിയിട്ടുള്ള അവന് പല രീതിയിലുള്ള പിന്നെ ഗുണ്ടാപ്പണികളുണ്ട്. അവൻ എന്ത് ചെയ്തു? ഈ പറയുന്ന രാഷ്ട്രീയത്തിൽ പിടിപാടുണ്ട്, പണമുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ ഈ വീഡിയോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരു പേടിയായി മാറും. കാരണം ഇവനെ ആരും ഒന്നും ചെയ്യുന്നില്ല, അവൻ എന്ത് വേണോ ചെയ്യാമെന്നുള്ള രീതിയിൽ, അതായത് കമ്മീഷൻ ഓഫീസിന്റെ താഴെ നിന്നുവരെ എന്ത് ചെയ്യുന്നു? വെല്ലുവിളിക്കുന്നത്. എന്നിട്ട് പോലും ഈ പറയുന്ന അതുമല്ല പല യൂട്യൂബ് ചാനലുകൾക്കെതിരായിട്ടും സ്ട്രൈക്ക് അടിക്കുന്നു. അതായത്, എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബാലയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഓരോ വീഡിയോ ചെയ്ത പലവർക്കും സ്ട്രൈക്ക് അടിക്കും. അവരുടെ ജീവിതമാർഗം കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു ഈ അണ്ണാച്ചി. അതായത്, ജീവന് ഭീഷണിയുണ്ട്, നമ്മുടെ ജീവിത മാർഗമായ ഒരു തൊഴിലിന് വരെ ഭീഷണി ഉണ്ടായിട്ട് പോലും ഈ പറയുന്ന എല്ലാ ഈ റിയാക്ഷൻ ചാനലിലും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് അതിനെതിരായിട്ട് വീണ്ടും വീഡിയോ ഇട്ടു. അങ്ങനെ തോറ്റ് പിന്മാറുന്നവനല്ല എന്ന് പറഞ്ഞ് ഞാൻ അടക്കമുള്ള ആൾക്കാർ എന്ത് ചെയ്തു? വീഡിയോ ഇട്ടു ആണല്ലോ. ഇപ്പോഴും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും എലിസബത്തിന് വേണ്ടിയിട്ട് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കുന്നു. അതിനിടയിലാണ് ഈ പറയുന്ന എലിസബത്ത് വന്നുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ എലിസബത്ത് ഈ പറയുന്ന പരോക്ഷമായിട്ട് അമൃതയെക്കുറിച്ചും അല്ലെങ്കിൽ അഭിരാമിയെക്കുറിച്ചും 12 കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് മനസ്സിലായി. ഓക്കെ, ആ ഒരു സങ്കടത്തിൽ പറഞ്ഞതാണ് ആ ഒരു സംഭവം. കാരണം നിങ്ങൾ അടിക്കാനുള്ളവരല്ല, നിങ്ങൾ ഈ സമയത്ത് കിടന്ന് തമ്മിൽ അടിക്കാനുള്ളവരല്ല, നിങ്ങൾ കൈകോർക്കാനുള്ളവരാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ആ ഒരു സമയത്ത് നഷ്ടപ്പെട്ടുകൊണ്ട് എലിസബത്ത് അങ്ങനെ തന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയി. ശരി, ഓക്കെ, അവിടെ തീർന്നു. അതിനൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് എന്ത് ചെയ്തു? കുക്കു എന്ന് പറയുന്ന, അല്ലെങ്കിൽ അമൃതയുടെ സുഹൃത്തു കൂടിയായ കുക്കു എന്ന് പറയുന്ന അത് തെറ്റിദ്ധാരണയാണ്, അങ്ങനെയല്ല സംഭവിച്ചത്, അതിൽ അമൃതയുടെ പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന കുക്കുവും വളരെ ലളിതമായിട്ട് അതിനൊരു മറുപടി എന്ന് പറയില്ല, ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ എലിസബത്ത് പറഞ്ഞത് ഓക്കെ, എലിസബത്തിന്റെ മനസ്സിന്റെ ആവശ്യം കൊണ്ട് പറഞ്ഞു പോയി. ശരി, അതിനെ ഒരു ക്ലാരിഫിക്കേഷൻ ആര് കൊടുത്തു? ഈ പറയുന്ന കുക്ക് കൊടുത്തു. അവിടെ വെച്ച് സംഭവം തീരെയാണ്. ഇതിന്റെ ഇടയിലാണ് ചെകുത്താൻ വീണ്ടും എൻ്റർ ആവുന്നത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെകുത്താൻ ചെയ്യുന്ന വീഡിയോയോട്, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയോട് ഒരു തരി പോലും എനിക്കത് യോജിക്കാൻ പറ്റത്തില്ല. ആദ്യം നിങ്ങൾ ആ വീഡിയോ ചെകുത്താൻ ഇന്നലെ ഇട്ട വീഡിയോ, ഇന്നും കുറെ വീഡിയോയിൽ അതിൽ കുറെ പരാമർശിക്കുന്നുണ്ട്, ആ ഒരു വീഡിയോ ഇവിടെ കൊടുക്കും. അത് കേട്ടിട്ട് ആദ്യം വരിക. വേറെ എന്തെങ്കിലും കമന്റ് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും പറഞ്ഞു മോശമായിട്ടോ, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന അല്ല അവർ ചെയ്യുന്നു, ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, ഇങ്ങനത്തെ ഈ എന്താ പറയണ്ടേ, ഒരുമാതിരി ഏത് തരത്തിലുള്ള ആൾക്കാരാണ് നമുക്ക് സംശയം തോന്നുന്നത്. അതുകൊണ്ട് ഇനി അങ്ങനത്തെ ഡയലോഗ് ഇറക്കരുത്. ഇറക്കി കഴിഞ്ഞാൽ ഇത് ആരൊക്കെ കാണണോ കണ്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും എന്താ പ്രശ്നമെന്ന്. അങ്ങനെ ഉണ്ടായോണ്ടല്ലോ ഇതിന് മുകളിലോട്ട് കോൺവെർസേഷൻ വരും. ഞാനും സംസാരിക്കും, എല്ലാവരും സംസാരിച്ച് ഒരു കുളമാകുന്നേ ഉള്ളൂ. ആ ഉള്ള ഒരു ഇമേജൊക്കെ മാറും. മനസ്സിലായില്ലേ?
ഇത് ഞാൻ അവരോട് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം. ഇനിയിപ്പോൾ വീഡിയോയും കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇനി മുന്നോട്ടും പോകും. ഇനിയിപ്പോൾ ഇന്നുകൊണ്ട് തീരത്തില്ല ഇതിപ്പോൾ എന്താണല്ലോ. നാളെ വേറെ ഇഷ്യൂ, അതിൻ്റെ ഇഷ്യൂ, അതിന് മണ്ടയ്ക്ക് സംസാരം, അങ്ങനെ സംസാരിച്ച് പോയി. ചിലപ്പോൾ 2 മാസം കഴിയുമ്പോൾ വേറൊരു സംസാരം, 3 മാസം കഴിയുമ്പോൾ അടുത്ത സംസാരം. നമ്മളെല്ലാവരും എന്തൊക്കെ ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. മനസ്സിലായി? ഞാൻ അത്ര മര്യാദയ്ക്കായിരിക്കത്തില്ല ഇടപെടുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടു കേട്ടു എന്നറിഞ്ഞെന്നൊക്കെ പറയുമ്പോൾ ഇതേപോലത്തെ സംസാരം വീണ്ടും ഉണ്ടായാൽ അതെപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ കുത്തിക്കൊണ്ട് സംസാരിക്കരുത് ആരെയും. അതിൻ്റെ ആവശ്യമില്ല ഇവിടെ. മനസ്സിലായോ? നേരിട്ട് അങ്ങ് പറയണം. അങ്ങനെയാണ് ആ കൊച്ചു ഡയറക്റ്റ് എല്ലാം പറയുന്നത്. ആ വ്യത്യാസം മനസ്സിലാക്കണം എല്ലാവരും. ഡയറക്റ്റ് സംസാരിക്കുക. അല്ലെങ്കിൽ പിന്നെ അല്ലാതെ ഇത് ഇൻഡയറക്റ്റ് ആയിട്ടും അവിടെ ഇവിടെ ഇരുന്ന ഒരുമാതിരി അത് ഭയങ്കര ചീപ്പാണ്. മനസ്സിലായില്ല? ആ കൊച്ചു വളരെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക കാര്യങ്ങൾ. അതിനിടയിൽ കയറിയിട്ട് ഇൻഡയറക്റ്റ് ഉള്ള പരിപാടി ഉണ്ടല്ലോ, അതാരാ എന്താ അങ്ങനെ നേരിട്ട് പറഞ്ഞ് സംസാരിക്കാനുള്ള സമയത്ത് മാത്രം സംസാരിക്കുക. മനസ്സിലായി? അല്ലാതെ ചുമ്മാ നടന്നുകൊണ്ട് അവിടെയും തൊടത്തില്ല ഇവിടെയും തൊടത്തില്ല, ഇത് ആരാ എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഞാൻ പക്ഷേ അത് പറയത്തില്ല, ഞാനും പറയത്തില്ല. ഇത് പറയേണ്ടി വന്നതുപോലും ഇന്നേ വരെ ഇങ്ങനെ ഒരു സംസാരം നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ട്? ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? എൽസൂദിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? ഇത് അറിയാവുന്ന പലരും ഉണ്ട്, പല സ്ഥലത്തും പലരും ഇരിപ്പുണ്ട്. പലതും ആരും ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നിട്ടില്ല. അവരവരുടെ കാര്യം നോക്കി പൊയ്ക്കൊണ്ടിരിക്കുക. ആ കാര്യത്തിന് അവർക്ക് സപ്പോർട്ടുണ്ട്, ഇവർക്ക് എന്തോ സപ്പോർട്ടുള്ളത് അതൊന്നും വേണ്ട. ഇതൊക്കെ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും. അതുപോലത്തെ രീതിയിലാണെങ്കിൽ ഡയറക്റ്റ് വളച്ചൊടിക്കരുത്. മനസ്സിലായി? വളച്ചൊടിക്കാത്ത കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് അതിനൊരു ഭംഗി. ഞാനിപ്പോൾ ഇത്രയും എന്താ പറയുക വെളിപ്പെടുത്തലുകളോ ഒന്നും എൻ്റെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. എനിക്ക് കൂടുതൽ വെളിപ്പെടുത്താൻ അറിയാം. പലരും അറിയുന്നതിന് മുമ്പേ അറിയാവുന്ന ഒരു കാര്യങ്ങളുണ്ട് ഇതിനകത്തൊക്കെ. ഇതൊക്കെ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്കറിയാം പലതും. ഞാൻ എന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ടോ? ആരെങ്കിലും വെളിപ്പെടുത്തേണ്ട അവരവർ വെളിപ്പെടുത്തിക്കോണം. അല്ല അതിനിടെ കയറിയിട്ട് ഇപ്പോൾ എൽസോത്തിന്റെ പേര് കേസ് കൊടുക്കാൻ പറ്റത്തില്ലെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? എനിക്കൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. എനിക്കൊരു ഭയങ്കര ലെറ്റർ അയക്കാൻ പറ്റും. എനിക്ക് അതിൻ്റെ ലെറ്റർ പാഡത്തിൻ്റെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ബാക്കിയുള്ള യൂട്യൂബർമാരെ പോലത്തെ ഒരു കംപ്ലയിൻ്റ് ഒന്നും ആയിരിക്കത്തില്ല. അത് ഇവിടെ മാത്രമല്ല, എവിടെയൊക്കെ ചെയ്യാൻ പറ്റും അവിടെ എല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്കറിയാം. എനിക്ക് എന്നോട് ഓൾറെഡി എൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞാൽ ചെയ്യാൻ. പക്ഷെ ഞാൻ എന്താണെന്ന് വെച്ചാൽ അത് അയാളുടെ കാര്യം, അതിനകത്ത് ഞാൻ ഇടപെടത്തില്ലെന്ന് പറഞ്ഞു. അത് എന്തൊക്കെ ആണെന്ന് അല്ലേ, പിന്നെ അയാൾ തളർന്നു നടക്കുന്ന വല്ല ആളായിരിക്കണം. അയാൾ റിക്കവർ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അത് അയാൾ ചെയ്തോളൂ. അയാൾക്ക് ചെയ്യട്ടെ, ഇല്ലെങ്കിൽ എന്താ. പിന്നെ അതുമല്ല, എൻ്റെ സഹായത്താൽ എലിസബത്തിന് വേറൊരാളുടെ സഹായം വേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും. അതിന് കേപ്പബിൾ ആണ് ആൾ. അതുപോലെ എന്തെങ്കിലും ചെയ്യണമെന്ന് തന്നെ ചെയ്തോളൂ. മനസ്സിലായില്ലേ? അങ്ങനെ ഞാൻ ആരെയും അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ആ കൊച്ചു അതിനുള്ള കേപ്പബിലിറ്റി ഉള്ള ആളാണ്. എന്നെക്കാളും എത്രയോ ബെറ്റർ. ഒന്നും ഇല്ലെങ്കിൽ PG പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ്. ഞാനൊന്നും PG കണ്ടിട്ടില്ല. വീഡിയോട്ടല്ലോ. ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഒരു ഇൻഡയറക്റ്റ് ഒരു ഭീഷണി പോലെയാണ് ചെകുത്താൻ പറയുന്നത്. അതായത് അമൃതയ്ക്കെതിരെയും അല്ലെങ്കിൽ അഭിരാമിക്കെതിരെയും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഭീഷണി. ഞാൻ എന്തോ പുറത്തു വിടും, എന്നെ അതിനൊക്കെ അറിഞ്ഞുകൂടാ, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. എന്താണ് എനിക്ക് മനസ്സിലാവില്ല. ഇതിന്റെ ഇടയിൽ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടില്ല. ഇവിടെയാണോ വാശികൾ തീർക്കാനുള്ള സമയം? നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള പിന്നെ വിരോധങ്ങൾ തീർക്കാൻ ഇത് നിങ്ങൾ ഒരു വേദിയായിട്ട് എടുക്കുകയാണോ ഈ സാധനത്തിന്? ചെകുത്താൻ എന്തെങ്കിലും അവരുമായിട്ട് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് പേഴ്സണലായിട്ട് പറഞ്ഞു തീർക്കണം. ഇതിന്റെ ഇടയിൽ കൂടി കൊണ്ടുവന്ന ഈ ഒരു സംഭവം, അതായത് നിങ്ങൾ രണ്ടുപേരും, ഈ പറയുന്ന എലിസബത്ത് ആയിക്കോട്ടെ, ഈ പറയുന്ന അമൃത ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചെകുത്താൻ ആയിക്കോട്ടെ, നിങ്ങൾ എല്ലാവരും ഒരാളിൽ നിന്ന്, ഒരു മൃഗത്തിൽ നിന്ന് എന്ത് ചെയ്യാണ്, കുറെ വേദനകൾ അല്ലെങ്കിൽ കുറെ അനീതികൾ പിന്നെ നേരിടേണ്ടി വന്ന വ്യക്തികളാണ്. അപ്പൊ നിങ്ങൾ പരസ്പരം ഇങ്ങനെ ഒത്തൊരുമ കൂടി വെളിയിൽ കാണിച്ചില്ലെങ്കിലും സംഭവത്തിലേക്ക് നിങ്ങൾ ഒത്തൊരുമയോട് വരാനുള്ള നിങ്ങൾ എന്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയുന്ന രീതിയിലേക്ക് പോകുന്നു. അതിന്റെ അങ്ങ് പീക്കിലേക്ക് ആര് പോകുന്നു? ഈ പറയുന്ന പിന്നീട് ചെകുത്താൻ പോകുന്നു. ചെകുത്താൻ എനിക്ക് കേട്ടിട്ട് അത് ഭീഷണിയാണ്. നിങ്ങളത് പറഞ്ഞ് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, ഞാൻ എന്തൊക്കെ എടുത്ത് പുറത്തു വിടും. പിന്നീട് അങ്ങനെയാണ് നിങ്ങൾ ഈ ചെകുത്താൻ പറയുന്നത്. അഭിരാമി അവസാനം ഇട്ട ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടാ പറയുന്നത്. അതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവാത്താണെന്നറിയില്ല. അതിനകത്ത് അഭിരാമി എലിസബത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചതായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് അന്ന് കുറെ സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വന്നു. പക്ഷെ ആ ഒരു സംഭവം ഇപ്പൊ ഈ പറയുന്ന എലിസബത്തിന് കുറെ ഇത് വരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. സത്യമല്ലേ പറയുന്നത്. അവരെ ആ സമയത്ത് എലിസബത്തും അമൃതയും ആയിക്കോട്ടെ, അവർക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്ന് എലിസബത്തിന് ഈ പറയുന്ന ഹ്യൂജ് ആയിട്ടുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്ന് മാത്രമല്ല, അതിനകത്ത് ഒരു വിരോധമോ അത് നിങ്ങൾ ഇതിന്റെ ഇടയിൽ കയറി നിങ്ങൾ അവളുടെ പിന്നെ ക്രെഡിറ്റ് നിങ്ങൾ എടുക്കാൻ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാ ചെകുത്താൻ ഇത് ചെയ്യുന്നത്? ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഇവര് കിടന്ന് തമ്മിലടിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂ തീർക്കാനാണെങ്കിൽ വേറെ എവിടെയെങ്കിലും പൊയ്ക്കൂടെ? നമ്മൾ ഇവിടെ ഈ പറഞ്ഞ സ്വന്തം പിന്നീട് ഉപജീവന മാർഗത്തെ പിന്നീട് ഈ ത്രാസേറ്റിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവനെ പോലും ഈ പേടിച്ചുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ കൂടെ നിന്നുകൊണ്ട് ഓരോ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ കിടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം അടിക്കുകയാണ് അല്ലേ? അതിന്റെ സത്യം ഈ പറയുന്ന പിന്നീട് ചെകുത്താൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയാൻ പോണേ? അതെന്തിനാ ഇവന് മനസ്സിലാവില്ല. അപ്പൊ ഇവിടെ ഇത് വ്യക്തിപരമായി തീർക്കും. നിങ്ങൾക്ക് തമ്മിൽ മുമ്പ് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടെങ്കിൽ അത് പേഴ്സണലായിട്ട് തീർക്കുക. ഇതിന്റെ ഇടയിൽ കിടന്ന് നിങ്ങൾ കിടന്ന് ഇങ്ങനെ കൊണ അടിക്കുമ്പോൾ സത്യം പറഞ്ഞ രക്ഷപ്പെട്ടു പോകുന്നത് രക്ഷപ്പെട്ടു കഴിഞ്ഞു.
അവിടെ കിടന്ന് പാണ്ടി ഇരുന്ന് കക്കക്കാ ചിരി, നീയൊക്കെ അടിയിട ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വരച്ചു തരും, നീയൊക്കെ അടിച്ചു മരിക്കാൻ പറയും. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ പറയണം, നിങ്ങളുടെ പേഴ്സണൽ പിന്നെ ഇഷ്യൂസ് തീർക്കാൻ വേണ്ടി വേറെ എവിടെ നിങ്ങളുടെയൊക്കെ ബാക്കിൽ കിടന്ന് കറങ്ങാനും നമുക്ക് പറ്റത്തില്ല. അപ്പൊ നമ്മളൊരു ഇലിഫിനായിട്ട് നിൽക്കുകയാണ്. നിങ്ങളെ വേണ്ടി സപ്പോർട്ട് ചെയ്ത ഈ പറയുന്ന ഈ റിയാക്ഷൻ ചാനലുകളെല്ലാം എന്ത് ആരായി? അവർ ശശിയായി. അവരെന്ത് ചെയ്തു? അവർ നിങ്ങൾക്ക് വേണ്ടി ഇപ്പൊ നിങ്ങൾ ഇപ്പം ഈ പറയുന്ന പാണ്ഡ്യ അല്ലല്ലോ, പാണ്ഡ്യ വിട്ടു. അപ്പൊ പാണ്ഡ്യക്ക് പകരമായിട്ട് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൾ, മുൻ ഭാര്യമാർ തമ്മിൽ അടി കൊടുക്കുക എന്നുള്ളതാണ്. ശരി, എലിസബത്തിന് ആ ഒരു സമയം വന്ന് എലിസബത്ത് ഒരു സംഭവം പറഞ്ഞു, അതിനെ ക്ലാരിഫിക്കേഷൻ ആയിട്ട് ഈ പറയുന്ന കുക്ക് വന്ന് പറഞ്ഞു. അവിടെ നിർത്താണ്ടല്ലേ ഈ പറയുന്ന ഇതിന്റെ ഇടയിൽ കൂടി ചെകുത്താൻ വന്നിട്ട് ഭീഷണിയാ, ഇതൊക്കെ എന്തോന്നിടേ. ഇനിയിപ്പോ അവര് വെറുതെ ഇരിക്കുമോ? ഭീഷണിയാക്കുമ്പോൾ അവരെന്തെങ്കിലും എടുത്തിടും. നിന്റെ കൂടെ ഉള്ളതിനൊക്കെ പുറത്തിട്ട് നിങ്ങൾ ഇടന്ന് അടിക്കും. അതുമല്ല, ഈ ശരിയായിരിക്കാം ഈ പറയുന്ന ചെകുത്താന്റെ തോക്ക് കേസുമായി ബന്ധപ്പെട്ട് എലിസബത്ത് ജാമ്യം നിൽക്കാൻ അല്ലെങ്കിൽ പിന്നെ ദൃക്സാക്ഷി പറയാമെന്നോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്, അത് അതിനുവേണ്ടി നിന്നു. പക്ഷെ അതിനുവേണ്ടി എലിസബത്തിന് കൂടെ നിൽക്കുന്ന, എലിസബത്തിന് താങ്ങായിട്ട് ശക്തിയായിട്ട് നിൽക്കുന്നതൊക്കെ ഓക്കെയാണ്. അവിടെ ഇതിന്റെ ഇടയിൽ കൂടി ആ സൈഡിൽ കൂടി എവർക്കിട്ട് താങ്ങുന്നത് ശരിയാണ്. എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, എന്റെ ഒരു പേഴ്സണൽ സംഭവം പറയുകയാണെങ്കിൽ, എലിസബത്തും അമൃതയും എനിക്കൊരുപോലെയാണ്. രണ്ടുപേരും ഈ പറയുന്ന അണ്ണാച്ചിയുടെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന വ്യക്തികളാണ്. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ടുപേരും വേർതിരിച്ച് കാണാൻ പറ്റത്തില്ല. രണ്ടുപേർക്കും ജസ്റ്റിസ് കിട്ടണമെന്ന് തന്നെയാണ് ഞാൻ അന്നും ഇന്നും പറയുന്നത്. അമൃതയും അനുഭവിച്ചിട്ടുണ്ട്, എലിസബത്തും അനുഭവിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ രണ്ടുപേർക്കും ഒരു ജസ്റ്റിസ് കിട്ടണം, അവർക്ക് എല്ലാവർക്കും ഒരു നീതി കിട്ടണം, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒത്തുനിൽക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട്, സ്വന്തം ഉപജീവന മാർഗം പോലും പണയം വെച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ, നിങ്ങൾ ഇതിന്റെ ഇടയിൽ കൂടെ നിന്നുകൊണ്ട് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയും, മറ്റേ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ നിങ്ങളെ പെടുത്തിക്കോ. ഇതിനകത്ത് നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യും? നമ്മൾ ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടി ഒരു നീതി കിട്ടട്ടെ എന്ന് പറഞ്ഞ് കൂടെ നിന്നപ്പോ നിങ്ങളുടെയൊക്കെ ഇതാണ്. ഞാൻ ഇത്രയും പറയുള്ളൂ. എലിസബത്ത് അവിടെ പറഞ്ഞു നിർത്തി, ഇവരും പറഞ്ഞു നിർത്തി. ഇതിനിടയിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വലിയൊരു ഇഷ്യൂയിലേക്ക് കൊണ്ടുപോകരുത്. ഇത് ഇഷ്യൂ ഇങ്ങനെ വരുമ്പോൾ രക്ഷപ്പെടുന്നതും ഇതൊക്കെ ഒരു പാണ്ഡ്യ രക്ഷപ്പെടും, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ കിടന്ന് അടിക്കും, അവൻ നൈസായിട്ട് അങ്ങ് ഊരിപ്പോകും. നിങ്ങൾക്ക് അതാണ് ആഗ്രഹങ്ങളിൽ അവിടെ നിന്ന് അടിച്ചോളൂ, പരസ്പരം വാളിട്ട് വെട്ടിക്കോളൂ. അതാണ് നിങ്ങളുടെ വ്യക്തിവൈരാഗ്യം തീർക്കാനുള്ള സമയമാണ് ഇതെന്നുണ്ടെങ്കിൽ അത് ആയിക്കോളൂ. നമ്മൾ ഇതിന്റെ ഇടയിൽ കിടന്ന് ചാവാൻ വയ്യ. മനസ്സിലായോ? നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി, നിങ്ങൾ കൂടെ നിൽക്കാനുള്ളതാണെന്ന് പറഞ്ഞു മനസ്സിലാക്കി പറ്റില്ല. നിങ്ങൾ ഇതിന്റെ ഇടയിൽ കൂടെ വ്യക്തിവൈരാഗ്യം തീർക്കാനും നിങ്ങൾ അങ്ങ് ആയിക്കോ, എന്നെ വിട്ടേക്ക്. ഇനി എന്തെങ്കിലും നമ്മളെ ശരത്ത് ഇന്നലെ എടുത്ത, മൂപ്പൻ ഇന്നലെ എടുത്ത സ്റ്റാൻഡ് വളരെ വ്യക്തമാണ്. ഇതിന്റെ ഇടയിൽ നമ്മൾ എന്തിനു പെടുന്നത്? മനസ്സിലായി? നമുക്ക് ജയിക്കുമെന്നുള്ളൊരു ഒരു നീതി കിട്ടുമെന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ചെയ്തത്. ഇപ്പൊ ഇങ്ങനെ പോവുകയാണെങ്കിൽ നീതി ഇല്ല, ഒരു കോപ്പൂല, ഒരു തേങ്ങയും കിട്ടത്തില്ല. പുള്ളി അങ്ങ് രക്ഷപ്പെടുത്തു പോവുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയപ്പെടുത്തു. ജയ് ഹിന്ദ്.